95 വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും ബൈബിൾ പകർത്തിയെഴുതി 4-ാം വട്ടവും പൂർത്തിയാക്കിയിരിക്കുകയാണ് തെക്കുംചേരിക്കുന്നേൽ ഏലിക്കുട്ടി ദേവസ്യ എന്ന അമ്മച്ചി. 5 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ബൈബിൾ എഴുത്ത് ദിവസവും മുടങ്ങാതെ 1, 2, 3 അധ്യായങ്ങൾ വീതം ഇന്നും അമ്മച്ചി എഴുതുന്നു. പാലാ രൂപതയിൽ ചെമ്മലമറ്റം ഇടവകയിൽ 2 വർഷം മുമ്പ് പരേതനായ തെക്കുംചേരിക്കുന്നേൽ കുഞ്ഞുദേവസ്യയുടെ ഭാര്യയാണ് ഏലിക്കുട്ടിയമ്മച്ചി. ദൈവവേല മാത്രം ആഗ്രഹിച്ചിരുന്നവരാണ് ഇരുവരും. എന്നാൽ ഇരുവരെയും ദൈവം യോജിപ്പിക്കുകയായിരുന്നു. കുടുംബജീവിതത്തിന്റെ അധ്വാനത്തിലും കഷ്ടതകളിലും കൈകോർത്തു നീങ്ങിയ ഇവർക്ക് ദൈവകൃപയാൽ 10 മക്കളെ ദൈവം നൽകി. അതിൽ 5 പേർ സന്യാസ ദൈവവിളി സ്വീകരിച്ചു. പ്രായമായി എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ബിസിനസ്സും കുടുംബകാര്യങ്ങളും അടുക്കളക്കാര്യങ്ങളുമെല്ലാം മക്കൾക്ക് വിട്ടുകൊടുത്ത് വാർദ്ധക്യകാലം പ്രാർത്ഥനയിൽ മാത്രം ചെലവഴിക്കാൻ 2 പേരും തീരുമാനിച്ചു. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുക, കൂദാശകൾ സ്വീകരിക്കുക, സന്ധ്യയായാൽ കുടുംബ പ്രാർത്ഥന ചൊല്ലുക എന്നിവ നിർബന്ധമാണ് ഇവർക്ക്. ദിവസം മുഴുവനും 2 പേരും ഒന്നിച്ചിരുന്ന് അനേകം ജപമാലകളും മറ്റു പ്രാർത്ഥനകളും ലുത്തിനിയകളും കുരിശിന്റെ വഴികളും ഇടയ്ക്കിടെ ഗാനങ്ങളും ആലപിച്ച് ഇരുവരും തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിൽ 5 വർഷം മുമ്പാണ് ഏലിക്കുട്ടിയമ്മച്ചി ബൈബിൾ പകർത്തി എഴുതാൻ തീരുമാനിച്ചത്. ബൈബിൾ എഴുതുന്നത് ഞാൻ ഓർത്ത് ബൈബിൾ എഴുതാനും പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയാമായിട്ടൊന്നുമല്ല. ചെവി കേൾക്കാലോ, ഓരോ മനുഷ്യൻ്റെ അടുത്ത് ഇന്ന് വർത്താനം പറയാൻ പറ്റും, പറഞ്ഞാൽ ഒന്നും കേട്ടിട്ട് ഒന്ന് ചിരിക്കാൻ പോലും പറ്റുകയല്ലോ. അത് കാരണം വേറെ ആരാണ് എന്നാ പറയുന്നത്, അങ്ങനെ ഇത് ചുമ്മാ ബൈബിൾ എടുത്ത് നോക്കി വെച്ചു. വെറുതെ ആരെങ്കിലും ഡയറി കൊണ്ടുവന്നൊരു എഴുതാൻ, ഡയറിയൊക്കെ ചുമ്മാ ഇരിപ്പുണ്ട് വെറുതെകളെ, അങ്ങനെയൊക്കെ എഴുതിയേക്കാന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, വർത്താനം പറയാനില്ല. അങ്ങനെ ഡയറിയിൽ എഴുത്ത് തുടങ്ങി. ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ പ്രാർത്ഥനാപേക്ഷയൊക്കെ തന്നെ സ്വയം പറയുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ എഴുതിയിടുമായിരുന്നു ബുക്കിലും. അങ്ങനെ കുറേ നാൾ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയും തോന്നുന്നത് എല്ലാവരും പോയി എന്നാൽ ബൈബിൾ എഴുതി പകർത്തിയേക്കാം, എന്നതാ ബുക്ക് എഴുതി തീർക്കണ്ടേ. 2020 അമ്മച്ചി ബൈബിൾ എഴുതാൻ തുടങ്ങിയത്. അത് ഈ ഹോളി ബിബ്ലിയ അവാർഡ് എന്നും പറഞ്ഞ് പീഡാനുഭവ വാർഷിക പ്രാർത്ഥന പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. 1334 അധ്യായങ്ങളുള്ള സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് ഓരോ അധ്യായത്തിൽ നിന്ന് ഓരോ വചനമെടുത്ത് നോട്ട്ബുക്കിൽ പകർത്തി എഴുതി അത് അയച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം കിട്ടുമെന്ന്. അങ്ങനെയാണ് അമ്മ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പോൾ എല്ലാ അധ്യായവും വായിച്ച് ഓരോ സെൻറ്റൻസ് എഴുതി അയച്ചു കൊടുത്തപ്പോൾ അമ്മയ്ക്ക് ഹോളി ബിബ്ലിയ അവാർഡ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ അതോടൊപ്പം അവർ കുറച്ച് സമ്മാനങ്ങൾ അയച്ചു കൊടുത്തു. അതായത് വലിയ അക്ഷരമുള്ള ചെറിയ ബൈബിള്, അതുപോലെ മറ്റ് ടേപ്പ് റെക്കോർഡർ, ഒത്തിരി കാര്യങ്ങൾ. അതിനകത്ത് ചെറിയ ബൈബിള് പുതിയ നിയമം മാത്രം മൊത്തം എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പുതിയ നിയമം മൊത്തം എഴുതി അമ്മ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് വീട്ടിൽ വെക്കാൻ ഒരു ബൈബിൾ കോപ്പി വേണമെന്നും പറഞ്ഞ് അമ്മ പിന്നെ തുടങ്ങിയതാണ്. അമ്മ ഡയറിയിൽ എഴുതിയിരുന്നത്. ഈ ഡയറികളെല്ലാം അതാണ്. ഇത് മൊത്തമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഈ ഡയറിയിൽ അമ്മ എഴുതി തീർത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും അമ്മ ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ ഇരിക്കുവാണല്ലോ എന്ന് പറഞ്ഞപ്പം ജോസച്ചൻ ആരോ പറഞ്ഞു പിന്നെ അമ്മ എന്നാ സങ്കീർത്തനം എഴുതാന്ന് പറഞ്ഞ് അങ്ങനെ സങ്കീർത്തനം എഴുതി. പിന്നെയും പുതിയ നിയമം ഒന്നുകൂടെ എഴുതി. അത് കഴിഞ്ഞിപ്പോൾ 4-ാം പ്രാവശ്യം അമ്മ പുതിയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടത്. അതുപോലെ അമ്മ കുറേ പ്രാർത്ഥനകൾ എല്ലാം അവസരോചിതമായിട്ട് പ്രാർത്ഥനകൾ എഴുതി ഡയറികളിൽ. അതും അമ്മയ്ക്ക് 3-4 ഡയറിയെങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാവുന്നത്. ഓരോ സാഹചര്യത്തിനും, ഇപ്പോൾ ഒരു കല്യാണമാണ്, അല്ലെ പരീക്ഷയാണ്, അല്ലെങ്കിൽ പട്ടമാണ്, അതിനെല്ലാം അമ്മ ആ ആൾക്ക് വേണ്ടി, അല്ലെങ്കിൽ രോഗം, ഓപ്പറേഷൻ, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന എഴുതിയും വെക്കും, അത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആ പുസ്തകങ്ങളാണ് മറ്റു കുറച്ച് ഈ ഡയറികളുള്ളത്. അപ്പോൾ അതിനകത്താണ് ആലഞ്ചേരി പിതാവ് ഈ പുസ്തകം കണ്ടിട്ട് അതിനകത്ത് പിതാവിൻ്റെ സൈൻ ഇട്ട് കൊടുത്തു. അമ്മ ആശുപത്രി വന്നപ്പോൾ പിതാവ് യാദൃശ്ചികമായിട്ട് അമ്മയെ കണ്ടതാ, പക്ഷേ പിതാവിൻ്റെ സൈൻ ഇട്ട് അന്ന് കൊടുത്തു. ഈ എഴുതിയ ബൈബിള് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അടുക്ക കൊണ്ടാ കാണിച്ചപ്പോൾ പിതാവും അതെല്ലാം കണ്ടു. അമ്മയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തു, കൊന്തയും പേനായും ഒക്കെ സമ്മാനം കൊടുത്താന്ന് വിട്ടത്. പ്രാർത്ഥനയിലും കൂദാശകളിലും അധിഷ്ഠിതമായി ദൈവാശ്രയ ബോധ്യത്തിൽ മക്കളെ വളർത്താൻ തങ്ങളുടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതായും അത് തങ്ങളുടെ സന്യാസ ദൈവവിളിക്ക് ഏറെ സഹായിച്ചുവെന്നും സന്യസ്തരായ മക്കൾ പറയുന്നു. എൻ്റെ പേര് സിസ്റ്റർ ബ്രിജിറ്റ്. ഞാൻ സെവിയസ് കോൺഗ്രിഗേഷൻ ചങ്ങനാശ്ശേരി പ്രൊവിൻസിൽ എടത്വ പച്ച ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ചാച്ചൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതം എന്നും ഒരു പ്രചോദനമായിരുന്നു. 2 പേർക്ക് ഒത്തിരി ജോലികളുടെ ഇടയ്ക്ക് അവർ ഒരിക്കലും പ്രാർത്ഥന മുടക്കിയില്ല. പള്ളിയുടെ കാര്യവും കുർബാനയുടെ കാര്യവും ഒക്കെ ഞങ്ങളെ ആണെങ്കിലും പറ്റുന്നത് പോലെ പള്ളി വിടാനും പ്രാർത്ഥിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ചിരുന്നു. ഞാൻ മൂത്ത പെൺകുട്ടിയാണ്, അതുകൊണ്ട് അമ്മയിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നത്.
പ്രത്യേകിച്ച് പാട്ടുകൾ, ഈശ്വര പ്രാർത്ഥന, അങ്ങനെയൊക്കെ അമ്മയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാട്ട് പഠിച്ചത് അമ്മ പഠിപ്പിച്ചാണ്. ചാച്ചനാണ് ആദ്യമായിട്ട് ഓർഗൻ, കീബോർഡ്, സരിഗമയൊക്കെ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അതുപോലെ ചാച്ചനും അമ്മയും പിന്നീടുള്ള ജീവിതത്തിലും ഇങ്ങനെ ഒരു ദൈവവേലയ്ക്ക് വേണ്ടി പോകണമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിലേ തുടങ്ങി എനിക്കും അതിനോടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവവിളിയിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയും പിന്നീട് മുന്നോട്ടും അവരുടെ പ്രാർത്ഥനാ സപ്പോർട്ട് എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ചാച്ചനാണെങ്കിൽ ഞാൻ ഈ ധ്യാനം കൊടുക്കുമ്പോൾ പോലും ചാച്ചനും അമ്മയും വന്ന് ധ്യാനിക്കുന്നവർക്ക് ടോക്ക് കൊടുക്കുമായിരുന്നു. സഹനത്തെപ്പറ്റി ചാച്ചൻ 2-3 മണിക്കൂർ ടോക്ക് ധ്യാനക്കാർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ അമ്മച്ചി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, മക്കളെ വളർത്തുന്നതെന്നൊക്കെ അമ്മയും അമ്മയുടേതായ രീതിയിൽ പങ്കുവയ്ക്കുമായിരുന്നു. അവർ രണ്ടുപേരും എനിക്ക് എന്നും സിസ്റ്റർ ആയിക്കഴിഞ്ഞും ഈ അടുത്ത ഒരു 2-3-4 വർഷം മുമ്പ് വരെ, ചാച്ചനൊക്കെ ഓർമ്മയുള്ള കാലം വരെ, ഇവർ വീൽ ചെയറിൽ ഇരുന്ന് പോലും പലപ്പോഴും സഹനത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കും, എനിക്കും പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ എൽസിറ്റ് SABS, തെക്കഞ്ചേരിക്കുന്നേൽ. ഞാൻ ജഗദൽപൂർ പ്രോവിൻസ് മിഷനിൽ മെമ്പറാണ്. ഇപ്പോൾ സിസ്റ്റർ ആകണം, മിഷനറി ആകണം എന്നുള്ള ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ എനിക്കും ഉണ്ടായിരുന്നു. വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മിഷനറി ആകാനായിട്ട് വളരെ ചെറുപ്പത്തിലേ ഞാനും ആഗ്രഹിച്ചിരുന്നു. ഒരു 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പറമ്പിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതും അവിടെ വെച്ച് ഈശോയ്ക്ക് എന്നെ മുഴുവനായിട്ട് സമർപ്പിച്ച്, ഈശോ ഞാൻ നിൻ്റേത് മാത്രമേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, നീ എൻ്റേതാണെന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിക്ക് ചാച്ചനും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ പള്ളിയിൽ പോവുക, പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന, ഇതെല്ലാം ഭയങ്കരമായിട്ട് വീട്ടിലെ നിർബന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ മിഷന് സിസ്റ്റർ ആകാനായിട്ട് പോന്നു. അപ്പോൾ ഞാൻ മഠം തിരഞ്ഞെടുക്കുന്ന കാര്യം ഓർത്തപ്പോഴും ഓരോ കോൺഗ്രിഗേഷൻ്റെയും പേര് വെച്ച് നോക്കുമ്പോൾ ആരാധന മഠം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒന്നുമല്ലെങ്കിലും ഈശോയെ ആരാധിക്കാമല്ലോ. പിന്നെ അമ്മച്ചിയുടെ അനിയത്തി സിബിലിനാമ്മയും ചേച്ചിയും ഒക്കെ ഇവിടെ ആയിരുന്നത് കൊണ്ടും എനിക്ക് അങ്ങോട്ടൊരു ആകർഷണം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോരുന്നത്. പിന്നീട് ജഗദൽപൂർ മിഷൻ തിരിയുന്ന സമയത്ത് ഓപ്ഷൻ വന്നപ്പോൾ മിഷന് പോകാനുള്ള എൻ്റെ ആഗ്രഹം അവിടെ സഫലമാവുകയാണ് ചെയ്തത്. TD ജോർജ് തെക്കുംചേരിക്കുന്നേൽ, ചങ്ങനാശ്ശേരി പച്ച ലൂർദുമാത ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ബ്രിജിത്ത് SABS, TD തോമസ്, സൗത്ത് ആഫ്രിക്ക ജൊഹാൻസ്ബർഗ് റെക്ടറായി പ്രേക്ഷിതവേല ചെയ്യുന്ന ഫാദർ ജോയ് സെബാസ്റ്റ്യൻ SDB, ഛത്തീസ്ഗഡ് ജഗദൽപൂർ മിഷനിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ എൽസിറ്റ് SABS, ജലന്ധർ രൂപത മുൻ ചാൻസലറും ഇപ്പോൾ രൂപത പ്രൊക്കുറേറ്ററുമായ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ, മിനി ജോസ് പുല്ലാട്ട്, തക്കല പ്രൊവിൻസിന്റെ മദർ പ്രൊവിൻഷ്യലായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർ റോസ് മാർട്ടിൻ SABS, ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, സുനോജ് സെബാസ്റ്റ്യൻ എന്നിവരാണ് കുഞ്ഞു ദേവസ്യ ഏലിക്കുട്ടി ദമ്പതികളുടെ 10 മക്കൾ. തങ്ങൾ 2 പേർക്ക് പകരം അനേകം മക്കളെ ദൈവവേലയ്ക്ക് അയക്കാൻ സാധിച്ചു എന്നതിൽ ഏലിക്കുട്ടി അമ്മച്ചി ഏറെ സന്തുഷ്ടയാണ്. കുഞ്ഞുമക്കളെ മധുരസ്വരത്തിലും ഈണത്തിലും താരാട്ടുപാടി ഉറക്കിയിരുന്ന അമ്മച്ചിയുടെ താരാട്ടുപാട്ടിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. അതിലെ ഓരോ ഈരടികളും കുഞ്ഞു മനസ്സിൽ ദൈവവിളി, പ്രേക്ഷിത ചൈതന്യം ഇവ നിറയ്ക്കാൻ ഉതകുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് സാധിക്കാതെ പോയ സമർപ്പിത ദൈവവിളി, അതിലുപരി പ്രേക്ഷിത വിളി തങ്ങളുടെ മക്കളിലൂടെ സഫലമാക്കാനുള്ള ആഗ്രഹം ഈ താരാട്ടുപാട്ടിൽ കേൾക്കാം. ചെയ്തിടും കൺമണിയേ, വൈകിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. കിഴക്ക് സൂര്യൻ മലകളിൽ കുങ്കുമം ചാർത്തിടുമ്പോൾ ദൂരയക്കുന്നു കയറി വിളവയൻ പോക നീ പൊന്നിഴകേ. കറുങ്കറുപ്പുമേശി വിളവുവിരുൾ മൂടിടുമ്പോൾ മഞ്ഞുമഴ സഹിപ്പാൻ പുതുമോദം ഉണ്ണി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാനാളുകളെല്ലധികം. സ്നേഹത്തിൻ ഗാനം പാടി വിളവയൻ നീ പന്നിഴകേ. പുഞ്ചിരി തഞ്ചിടുന്ന പുതുമുഖചന്ദ്രിക വീശി വീശി ഒന്നു നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്കായി. അന്നു നീ പോയിടുമ്പോൾ വിളപോൽ, അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരാജനീശോ പുളകത്തിൽ വെൺമലർ മാല ചൂടും. ഷെഗ്ന ന്യൂസ്, കോട്ടയം.